90.8 റേഡിയോ മീഡിയ വില്ലേജിൽ ഇതാ വീണ്ടും സംഗീത മഹോത്സവത്തിന് തിരി തെളിയുന്നു. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. റേഡിയോ മീഡിയ വില്ലേജ് 90.8 പ്രസൻസ് മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. നമ്മുടെ മത്സരങ്ങൾ ഇങ്ങനെ വാശിയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല നല്ല ഗാനങ്ങളാണ് ഈ സ്റ്റേജിൽ ഇങ്ങനെ പിറക്കുന്നത്. നമ്മുടെ കൊച്ചു ഗായകർ വന്ന് ഈ വേദി കീഴടക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം കേൾക്കുന്നവരുടെ മനസ്സും. അടുത്തതായിട്ട് ഈ സെമി ഫൈനൽ റൗണ്ടിൽ മത്സരിക്കാൻ എത്തുകയാണ് സഞ്ജന സന്തോഷ്. ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു സഞ്ജനയെ. സഞ്ജന, ഹലോ. ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖം. ദാ മ്യൂസിക് ധമാക്കയുടെ സെമി ഫൈനലിലേക്ക് എത്തിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷമുണ്ട്. ഇങ്ങനൊരു പരിപാടിയിൽ വരാൻ പറ്റിയത് ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പം നന്നായിട്ട് പാടണം. അപ്പം ഞങ്ങൾക്കും അതാണ് പറയാനുള്ളത്. പാടി ഗ്രാൻഡ് ഫിനാലയിലേക്ക് എത്തണം. അപ്പം നമ്മൾ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറഞ്ഞ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ്. ഓൾഡ് ഈസ് ഗോൾഡിൽ ഏത് പാട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ മോഹം കൊണ്ടു എന്നുള്ള പാട്ടാണ്. മോഹം കൊണ്ടു എന്നുള്ള പാട്ടാണ്. അപ്പോൾ അടിപൊളിയായിട്ട് പാടുമോ? പാടും, ഉറപ്പായിട്ടും. അപ്പോൾ സഞ്ജനയാണ് മോഹം കൊണ്ടു എന്നുള്ള പാട്ട് നമുക്ക് കേൾക്കാം. കൊണ്ടു ഞാൻ ദൂരേതോ ഇണം പൂത്തനാൾ മധു തേടിപ്പോയി. മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇണം പൂത്തനാൾ മധു
എങ്ങനെ പാടി? ഹാപ്പിയാണോ? അതെ ഹാപ്പിയാണ്. ഹാപ്പിയാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഹാപ്പിനെസ്സിൽ തന്നെ നമുക്ക് അടുത്ത റൗണ്ടിലേക്ക് പോയാലോ? യെസ്, അടുത്ത റൗണ്ട് അന്യഭാഷാ റൗണ്ടാണ്. അന്യഭാഷയിൽ ഏത് ഭാഷയിൽ നിന്നുള്ള ഏത് പാട്ടാണ്? ഞാൻ ഹിന്ദി ഭാഷയാണ് ആജ് കി രാത്ത് എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഒരു ബ്യൂട്ടിഫുൾ ഹിന്ദി സോങ്ങുമായിട്ടാണ് സഞ്ജന നമ്മളിലേക്ക് എത്തിക്കുന്നത്. കേൾക്കാം. ഓൾ ദ വെരി ബെസ്റ്റ്. थोड़ी फुर्सत भी मेरे जा कभी बाहों को दीजिए, थोड़ी फुर्सत भी मेरे जा कभी बाहों को दीजिए, आज की रात मजा हुस्न का आँखों से लीजिए, आज की रात मजा हुस्न का आँखों से लीजिए, वक्त बर्बाद न बिन बात की बातों में कीजिए, वक्त बर्बाद न बिन बात की बातों में कीजिए, आज की रात मजा हुस्न का आँखों से लीजिए, आज की रात मजा हुस्न का आँखों से लीजिए। ओ जान की कुर्बानी लेला दिल मर जानी, तबाही पक्की है आज तूने पानी, चांदनी कुर्बानी लेला दिल मर जानी, तबाही पक्की है आज तूने पानी। मेरे महबूब समझिए जरा मौके की नजाकत, मेरे महबूब समझिए जरा मौके की नजाकत, गहरी दी नहीं जा सकती हसीनों की नजाकत, गहरी सकती हसीनों की इजाजत, नाज इतना मेरी जान, नाज इतना भी नहीं घोंघले बादों पे कीजिए, आज की रात मजा हुस्न का आँखों से लीजिए, आज की रात मजा हुस्न का आँखों से लीजिए। ओ जान की कुर्बानी लेला दिल मर जानी, तबाही पक्की है आज तूने पानी, जान की कुर्बानी लेला दिल मर जानी, तबाही पक्की है आज तूने पानी। യെസ്, സഞ്ജനക്കുട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? അഭിപ്രായം നല്ലതായിരുന്നു. അപ്പം സഞ്ജനക്കുട്ടിയുടെ പാട്ടും പെർഫോമൻസും ഒക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിച്ചാലോ? ചോദിക്കാം. ആന്റണി സാർ, എങ്ങനെ ഉണ്ടായിരുന്നു സഞ്ജനയുടെ ഈ പെർഫോമൻസ്? സഞ്ജന പാടിയിട്ട് എങ്ങനെ തോന്നി? സെൽഫ് ആയിട്ട് എന്ത് തോന്നി? ചെറുതായിട്ട് തെറ്റിയോന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. മോഹം കൊണ്ട് തെറ്റിയെന്നുണ്ടായിരുന്നു. സെക്കൻഡ് സോങ് പോയി പോയി വിട്ടുപോയി. അതെ. അപ്പോൾ ആദ്യത്തെ പാട്ട് മോഹം കൊണ്ട് ഞാൻ അതിൻ്റെ എല്ലാ മിക്ക ലൈൻസിൽ ആ തേടിപ്പോയി മാത്രം ഒന്ന് പാടിക്കേ. തേടിപ്പോയി മോഹം കൊണ്ടു ഞാൻ ദൂരേതോ ഇണം പുതനാൻ മധു തേടിപ്പോയി. ആ
അതൊന്ന് നിൽക്കുമ്പോഴും ശ്രദ്ധിക്കുക, അത് എൻ്റെ സസ്റ്റെയിനിങ് ഇല്ലേ, നോട്ട്സ് എല്ലാം വന്ന് നിൽക്കുന്ന ആ പാട്ടുകളുടെയൊക്കെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചില പാട്ടുകൾ കട്ട് ചെയ്താണ് നിർത്തുന്നത്. ഈ പാട്ടുകളൊക്കെ കൊണ്ട് ശ്രുതി ഇങ്ങനെ നീട്ടി അങ്ങ്, അതിന് ലാൻഡിങ് നോട്ട്സ് എന്നൊക്കെ നമ്മൾ പറയും, ശ്രുതി ചേർത്ത് നിർത്തി പഠിക്കണം. അങ്ങനെ ചില പാട്ടുകൾ കട്ട് ചെയ്ത് പോകും, ആ സ്പീഡ് പാട്ട്, ഇതൊക്കെ മെലഡി അല്ലേ. അപ്പോൾ ആ മെലഡി പാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. അപ്പോൾ എല്ലാ ലൈൻസിനും എനിക്ക് തോന്നുന്നു ഇങ്ങനെ ലാൻഡിങ് നോട്ട്സ്, എൻഡ് പോർഷൻ എല്ലാ ലൈൻസിൻ്റെ എൻഡ് പോർഷൻ വളരെ ശ്രദ്ധിക്കണം, ശ്രുതിയോട് ചേർന്ന് പോകുന്നുണ്ടോ. ആ പാട്ടിന് ചെറിയ സ്ലൈറ്റ് ശ്രുതിയുടെ പ്രശ്നം ഉണ്ടായിട്ടുള്ളൂ, വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മറ്റേ സെക്കൻഡ് സോങ് ഇങ്ങനെ അങ്ങ് പോയി, ഓളത്തിലങ്ങ് പോയി, ഋതത്തിൽ അല്ലേ, എങ്കിലും കുഴപ്പമില്ല. എന്നാലും നല്ലൊരു പാട്ടുകാരിയാണ്. അത് ആ ഒരു പോസിറ്റീവ് സൈഡ് കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പാടി നല്ല ഗായികയായിട്ട് തെളിയട്ടെ. ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു സർ. നമുക്ക് ഷൈൻ സാറിനും കൂടെ എന്താ പറയുന്നത് നോക്കാം അല്ലേ. സർ, എങ്ങനെ ഉണ്ടായിരുന്നു ഈ പെർഫോമൻസ്? സഞ്ജന, എന്തോ സാർ? നല്ല സ്വരമാണ്. താങ്ക് യു. പൊതുവേ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ എന്തോ ഒരു ശ്രദ്ധക്കുറവ് രണ്ട് പാട്ടിലും എനിക്ക് ഫീൽ ചെയ്തായിരുന്നു. ചില എന്തോ ഒരു മൈൻഡ് ഇവിടെ അല്ലെന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു വിഷയമാണ്, മൂഡ് ശരിയല്ല എന്ന് തോന്നുന്നു. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അത് രണ്ട് പാട്ടിലും വന്നായിരുന്നു. ചെറിയ ലൈന പ്രശ്നം പൊതുവേ ഉണ്ട്. പിന്നെ ഒന്ന് രണ്ട് സ്ഥലത്ത് വ്യത്യാസമൊന്നറിയാമല്ലോ. ഓക്കെ, താങ്ക് യു സാർ. അപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉള്ളൂ. ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളി സിംഗർ ആകാൻ പറ്റുമെന്നാണ് നമ്മുടെ ജഡ്ജസ് പറഞ്ഞത്. അപ്പോൾ എന്താണെങ്കിലും ഗ്രാൻഡ് ഫിനാലയിലേക്കുള്ള റിസൾട്ട് അറിയാൻ കുറച്ച് നേരം നമുക്ക് കാത്തിരിക്കണം. അപ്പോൾ കാത്തിരിക്കാം അല്ലേ. ഓൾ ദ വെരി ബെസ്റ്റ്. ദിസ് ഈസ് റേഡിയോ മീഡിയ വില്ലേജ് 90.8 മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. മ്യൂസിക് ധമാക്ക ജൂനിയർ സീസൺ 7 പവർഡ് ബൈ ഇടിമണിക്കൽ ഗോൾഡൻ ഡയമണ്ട്സ്. ഇപ്പൊ ഇടിമണിക്കല കല്യാണം.